വെൽക്കം ടു സാൻവി PSC ടിപ്സ്. 2021 മുതൽ 2024 വരെയുള്ള പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന 10th ലെവലിലുള്ള എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പ്രിലിംസിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്ത് അതിൽ നിന്നും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം. ആൻസർ നിങ്ങൾ മോക്ക് എക്സാം പോലെ തന്നെ എഴുതുക. എന്നും ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ മോക്ക് എക്സാമായിട്ട് എഴുതുക. പിന്നെ ആൻസറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ നോക്കിക്കൊണ്ട് പോവുക. ആൻസർ 2007. കേരളത്തിൽ പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. പ്രാദേശികമായി ഇവിടുത്തെ വനങ്ങളെ സൈരന്ധ്രി വനം എന്ന് വിളിക്കുന്നു. പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നു. 89 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇവിടം ദേശീയോദ്യാനങ്ങളിൽ താരതമ്യേന ചെറുതാണ്. സൈലൻറ്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മലപ്പുറം, മഞ്ചേരി മുനിസിപ്പാലിറ്റികളും അരീക്കോട്, കൊണ്ടോട്ടി, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ 19 ഗ്രാമപഞ്ചായത്തുകളും ഏറനാട് താലൂക്കിൽ ഉൾപ്പെടുന്നു. മഞ്ചേരിയാണ് താലൂക്ക് ആസ്ഥാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാര്? ആൻസർ MN റോയ്. MN റോയ്. വർഷം 1934. യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ്. പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്കായി സ്വന്തമായ ഒരു ഭരണഘടന മുന്നോട്ട് വെച്ച വ്യക്തി അത് ആരാണ്? MN റോയ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ആൻസർ വയനാട്. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യ ഗവർണർ ജനറൽ പദവിക്ക് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തത്? നിങ്ങൾ എക്സാമായിട്ട് തന്നെ എഴുതുക. ആൻസർ നോക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് പൂർണ്ണ വിരാമമിടാനും ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലാക്കാനും വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരുടെ കോർട്ടും കൺട്രോൾ ഓഫ് ബോർഡും നിർത്തലാക്കി. ഇന്ത്യ ഗവൺമെൻറ് ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളും ഇന്ത്യൻ റവന്യൂവും കമ്പനിയുടെ അധികാരത്തിൽ നിന്ന് രാജഭരണത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ഇന്ത്യ ഗവർണർ ജനറൽ പദവിക്ക് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തു. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? അല്ലെങ്കിൽ കിൻഫ്രയുടെ ആസ്ഥാനം എവിടെ? ആൻസർ തിരുവനന്തപുരം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സംസ്ഥാനത്ത് ലഭ്യമായ എല്ലാ അനുയോജ്യ വിഭവങ്ങളും ഒരുമിച്ച് കൊണ്ടുവരികയും സംസ്ഥാനത്തിൻ്റെ വ്യവസായ വളർച്ചയെ ആകർഷിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. 1993 കിൻഫ്ര സ്ഥാപിതമായത്. 2023 കിൻഫ്രയുടെ സ്പൈസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് തൊടുപുഴയിലാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ജില്ലയ്ക്ക് തീരപ്രദേശങ്ങളും റെയിൽവേ ലൈനുകളും ഇല്ല. കേരളത്തിൽ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. ഇത് 3ഉം ശരിയാണ്. ആദ്യത്തെ EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത് എന്ന്? ആൻസർ 1959 ജൂലൈ 31. 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി EMS ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഭൂപരിഷ്കരണ ഓർഡിനൻസും വിദ്യാഭ്യാസ ബില്ലും കൊണ്ടുവന്നു. വിമോചന സമരത്തെ തുടർന്ന് 1959 ഇന്ത്യൻ ഭരണഘടനയുടെ വിവാദമായ ആർട്ടിക്കിൾ 356 വഴി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം? ആൻസർ അവധ്. ഇനി ഫാക്ട്സ് നോക്കാം. ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ നടപ്പാക്കിയതാണ് ദത്തവകാശ നിരോധന നിയമം. അനന്തരാവകാശി ഇല്ലാത്ത ഒരു നാട്ടുരാജാവിന് കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇതുമൂലം ഇല്ലാതായി. അങ്ങനെ അവകാശികളില്ലാതെ വരുന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈ നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ 1848. ജയ്പൂർ, സാമ്പൽപൂർ 1849, ഫഗത് 1850, ഛോട്ടാ ഉദയ്പൂർ 1852, ഝാൻസി 1853, നാഗ്പൂർ 1854 എന്നിവയും ഇപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.